കളിപ്പിക്കുകയോ ചെയ്യാൻ വളരെയധികം സാധ്യതകളുള്ള ഒരു സംഗതിയാണിത്. പക്ഷേ അവിടെ രവിമേനോൻ ഈ മൂല്യബോധത്തോടുകൂടി ഈ പാട്ടുകൾ ഉണ്ടാക്കിയതിനു വേണ്ടി കഷ്ടപ്പെട്ട പല ആളുകളും, അവരിൽ ചിലർ പ്രശസ്തരായി, ചിലർ പ്രശസ്തരായാതെ പോയി. ഉദാഹരണമായിട്ട് ജോബിന്റെ കാര്യം തന്നെ, ആ പ്രതാപ് സിംഗിന്റെ അവരെയൊക്കെ എനിക്ക് നേരിട്ടറിയാമായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ദേവരായനും ഞങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ ജോബൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ അല്ലിയാമ്പൽ കടവിലെന്ന് അരയ്ക്ക് വെള്ളം എന്നൊരു പാട്ട് മാത്രം നമ്മുടെ ശ്രദ്ധയിൽ ഇട്ടു തന്നിട്ട് പോയി അന്തരിച്ചുപോയ ജോബൊക്കെ എന്തൊരു അഭിമാനിയും എന്തൊരു നല്ല ഒരു കലാകാരനുമായിരുന്നുവെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്നറിയാവുന്നതാണ്. അവരെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രചോദിപ്പിക്കുവാനുള്ള ഒരു വലിയ ഒരു ദൌത്യമാണ് രവിമേനോൻ ഈ പുസ്തകത്തിൽ കൂടി അദ്ദേഹത്തിന്റെ ഈ ലേഖനങ്ങളിൽ കൂടിയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലേഖനങ്ങൾ നിർത്തിയപ്പോൾ മാതൃഭൂമിയിൽ പലരും SMS അയച്ച് ആവശ്യപ്പെട്ടു എന്നത് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആവശ്യകതാ ബോധത്തെ കാണിക്കുന്നു. എന്തായാലും അത് വീണ്ടും ഏറ്റെടുത്ത് ഇത് എഴുതാൻ രവിമേനോനോട് പറഞ്ഞതിന് ഞാൻ ശ്രേയംസ് കുമാറിനോട് മാതൃഭൂമിയോടെന്ന തരത്തിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. ഇനിയും ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആഴ്ചപ്പതിപ്പിൽ ഉണ്ടാവണം എന്നും കൂടി അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രവിമേനോന്റെ പങ്ക്തി ഒരിക്കലും നിർത്തരുത്. ആ പങ്ക്തിയിൽ ഞാൻ വായിച്ചതാണെങ്കിൽ പോലും ഒന്നിച്ചു വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇതിൽ തന്നെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരോടാണ് രവിമേനോന് ഏറ്റവും കൂടുതൽ ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു ആഭിമുഖ്യം. ഈ സംഗീതത്തിൽ അങ്ങ് വളരെ പൊങ്ങിപ്പോയ ചില ആളുകളെ പുകഴ്ത്തിയിട്ട് മാത്രം എഴുതുന്നവരുണ്ട്. അവരെ അർഹിക്കുന്ന പുകഴ്ത്തലുകൾ അവർക്ക് കൊടുക്കും. അത് കൊടുത്തിട്ടുമുണ്ട് രവിമേനോൻ. പക്ഷേ അവഗണിക്കപ്പെട്ട് കിടന്ന കുറെ സംഗീതക്കാരെ പറ്റി അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി. അവഗണിക്കപ്പെട്ടു പോയ ഇവരെ കൂടി ഇവരും ഇവിടെ ജീവിച്ചിരുന്നു, ഇവരും ഈ കലയുടെ ഉപാസകരായിരുന്നു എന്നതുകൊണ്ട് അവരെപ്പറ്റി കൂടി അറിയാൻ അദ്ദേഹം ഇത് എഴുതി എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാനിനി കൂടുതൽ രവിമേനോൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ രവിമേനോനെ പറ്റി കൂടുതൽ ഒരാളെ ഇരുത്തിക്കൊണ്ട് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. രവിമേനോൻ പ്രശംസാർഹമായ ഒരു വലിയ ദൌത്യമാണ് ഈ പങ്ക്തിയിൽപ്പെട്ട ഈ സീരീസിൽപ്പെട്ട പുസ്തകങ്ങളിലൂടെ നിറവേറ്റുന്നത്. അതിൽ മൊഴികളിൽ സംഗീതമായി എന്ന ഈ പുസ്തകം സംഗീത രചനയെപ്പറ്റിയുള്ള എന്റെ ദർശനത്തിന്റെ കൂടി ഒരു ചിമിഴ് അതിലുള്ളതുകൊണ്ട് എനിക്ക് അത്യധികം സന്തോഷമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇവിടെ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇത് റിലീസ് ചെയ്യുന്നതിന് എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്ന്, ചിത്രയാണത് ഏറ്റുവാങ്ങിച്ചതെന്നതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. അതിൽ കവിഞ്ഞൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഏറ്റുവാങ്ങിയത് ഞങ്ങളൊക്കെ ഒരു മകളെപ്പോലെ വാത്സല്യത്തോടുകൂടി കരുതുന്ന, അതേസമയത്ത് ഒരു മറ്റൊരാളിരുന്ന് പാടുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ ഹൃദ്യത തോന്നും. ഒരുപോലെ പാടിയാലും ഒരു മകള് പാടുമ്പോഴുണ്ടാകുന്ന ഒരു ഹൃദ്യത ഒന്ന് വേറെയാണ്. അങ്ങനെ മകളെപ്പോലെ വാത്സല്യത്തോടുകൂടി മാത്രം എപ്പോഴും കരുതുന്ന ഈ ചിത്രയുടെ കൈകൊണ്ട് അത് ഏറ്റുവാങ്ങി എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഇത്രയും നേരം എന്നെ സഹിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എന്നോട് പറഞ്ഞിട്ടുണ്ട്.